ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ അപലപിച്ച ഇസ്കോൺ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സംഘടന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അതേസമയം അറസ്റ്റിൽ പ്രതിഷേധിച്ച് BJP പശ്ചിമ ബംഗാൾ ഘടകം ഇന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ഗൗതം ചേരുന്നു. ഗൗതം, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, കഴിഞ്ഞ ദിവസമാണ് ചിന്മയ കൃഷ്ണദാസ്, ബ്രഹ്മചാരി ചിന്മയ കൃഷ്ണദാസ് എന്ന ഇസ്കോൺ സന്യാസിയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ പ്രമുഖ ഹിന്ദു നേതാവുമാണ് ഇദ്ദേഹത്തെ ധാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ബംഗ്ലാദേശ് പോലീസിൻ്റെ ഡിറ്റക്റ്റീവ് വിഭാഗം അറസ്റ്റ് ചെയ്ത് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ജാമ്യം നൽകിയിട്ടില്ല. എന്തുകൊണ്ട് ജാമ്യം ലഭിക്കുന്നില്ല തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ. ഒപ്പം ഈ അറസ്റ്റിൻ്റെ കാരണം എന്താണ്, ഈ വിശദീകരണങ്ങളൊന്നും നൽകാൻ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഭരണകൂടം തയ്യാറാകാത്തതിലാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത്. ഇസ്കോണിൻ്റെ നിലപാട് ഇപ്പോൾ ഇസ്കോൺ ഈ വിഷയത്തെ ശക്തമായി അപലപിക്കുകയും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഉറപ്പു നൽകാൻ ഇനിയെങ്കിലും അവിടുത്തെ ഭരണകൂടം തയ്യാറാകണം എന്ന ആവശ്യമാണ് ഇസ്കോൺ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ബംഗ്ലാദേശിൽ ഇന്നലെ വലിയ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ ഹിന്ദു മതവിശ്വാസികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി. പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ധാക്ക അതോടൊപ്പം തന്നെ ചിറ്റഗോങ് തുടങ്ങിയ നഗരങ്ങളിലെല്ലാം വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. പക്ഷേ ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുമ്പോഴും മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അറസ്റ്റുകളും അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള അക്രമങ്ങളും ബംഗ്ലാദേശിൽ ദിനംതോറും വർദ്ധിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മുതലെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര വർഗീയ സംഘടനകൾ ഇത്തരത്തിൽ വ്യാപകമായ അക്രമം ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും നേരെ ബംഗ്ലാദേശിൽ അഴിച്ചുവിടുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇപ്പോൾ വളരെ പ്രമുഖരായിട്ടുള്ള ഹിന്ദു നേതാവും അതോടൊപ്പം തന്നെ ഇസ്കോണിൻ്റെ തലവനുമായിട്ടുള്ള ആചാര്യ ചിന്മയ കൃഷ്ണദാസിൻ്റെ അറസ്റ്റ്. അതേസമയം ഭാരതം ഇതിനെ ശക്തമായി തന്നെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിൻ്റെ നടപടിയെ ശക്തമായി വിമർശിച്ചു. ആചാര്യ ചിന്മയ കൃഷ്ണദാസിന് ജാമ്യം ലഭിക്കാത്തതിൽ വലിയ ആശങ്കയുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഒപ്പം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അവിടുത്തെ സർക്കാർ തയ്യാറാകണം എന്ന ആവശ്യവും വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചിരുന്നു. രോഹിണി. ഗൗതം, പ്രതിഷേധ സ്വരം ഉയരുന്നുണ്ട്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് BJP പശ്ചിമ ബംഗാൾ ഘടകം ഇന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. രോഹിണിയും, കൊൽക്കത്തയിലെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിലേക്കാണ് ഇന്നിപ്പോൾ BJPയുടെ പശ്ചിമ ബംഗാൾ ഘടകം ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. നേരത്തെ ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ അക്രമം അരങ്ങേറിയപ്പോൾ ദേശീയ തലത്തിൽ വലിയ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് അലയടിച്ചിരുന്നു. അന്ന് ഡൽഹിയിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത ആളുകളാണ് ജന്തർ മന്ദറിൽ പങ്കെടുത്തത്. അതിനുശേഷം ബംഗ്ലാദേശിൽ അക്രമ സംഭവങ്ങൾക്ക് ഒരു കുറവ് വന്നിരുന്നു. ബംഗ്ലാദേശിലെ ഭരണകൂടം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ തള്ളിപ്പറയുകയും പിന്നീട് അത് നിയന്ത്രിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും പിന്നീട് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ പഴയപടിയിലായി. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ആ രാജ്യം രൂപപ്പെട്ട കാലം മുതൽ തന്നെ അവിടെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരു തീവ്ര ഇസ്ലാമിക് സ്റ്റേറ്റാക്കി ബംഗ്ലാദേശിനെ രൂപപ്പെടുത്തുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര വർഗീയ ഭീകര സംഘടനകളുടെ ലക്ഷ്യം. അത് മുന്നിൽ നിർത്തിക്കൊണ്ട് 100% മുസ്ലിം ജനസംഖ്യയാക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വയ്ക്കുന്നത്. അവിടുത്തെ ഹിന്ദു ജനസംഖ്യ ഓരോ വർഷവും കുറയുന്നതിൻ്റെ കണക്കുകൾ മുൻപ് നമ്മൾ പലതവണ പ്രേക്ഷകരിലേക്ക് അതിൻ്റെ കണക്കുകളെല്ലാം പങ്കുവച്ചിട്ടുള്ളതാണ്. നേരത്തെ ഭാരതം വിഭജിക്കപ്പെട്ട് ബംഗ്ലാദേശ് രൂപപ്പെടുന്ന കാലത്തൊക്കെ ഏതാണ്ട് 29% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്നിപ്പോൾ 7% ചുരുങ്ങിയിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. അതിനാൽ ഹിന്ദു ജനസംഖ്യ കുറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തിയുള്ള മതം മാറ്റത്തിന് അവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും വിധേയരാക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേ ആളുകൾ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു വരുന്നുണ്ട് ഇവരെ ഭയന്നുകൊണ്ട്. അപ്പോൾ പല രീതിയിൽ അവിടെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാണ്ടാക്കി ഒരു 100% മുസ്ലിങ്ങൾ മാത്രമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ജമാഅത്തെ ഇസ്ലാമിക്കും അതോടൊപ്പം അത്തരം ഭീകര സ്വഭാവമുള്ള സംഘടനകൾക്കുമുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ
ചിന്മയ കൃഷ്ണദാസിന് അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിന് ജാമ്യം നൽകാതെ ഉള്ള ജയിലിൽ തന്നെ ഇട്ടിരിക്കുന്ന രീതികളെല്ലാം ഇതിൻ്റെ ഉദാഹരണമായി വേണം നോക്കിക്കാണാൻ. അതിനെതിരെ വ്യാപക പ്രതിഷേധം എന്തായാലും ഭാരതത്തിനകത്ത് രൂപപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശിലും ശേഷിക്കുന്ന ഹിന്ദു സമൂഹം ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ തെരുവിലിറക്കുന്നുണ്ട്. രോഹിണി. ശരി ഗൗതം. ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ അപലപിച്ച ഇസ്കോൺ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സംഘടന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് BJP പശ്ചിമ ബംഗാൾ ഘടകം ഇന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. പ്രതിഷേധ സ്വരം ഉയരുക തന്നെയാണ് ഭാരതത്തിനകത്തും. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്